ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചു. ചേർത്തല പടയണി പാലത്തിന് തെക്ക് വശത്തുള്ള 5 സ്ഥാപനങ്ങൾ ചൊവ്വാഴ്ച പുലർച്ചെ നഗരസഭാ അധികൃതർ പോലീസിന്റെ സഹായത്തോടെ പൊളിച്ചുമാറ്റി. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നടപടി തുടരുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി. ചേർത്തല നഗരത്തിലെ അനധികൃത സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ അധികൃതർ നടപടികൾ ആരംഭിച്ചു. ചേർത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് AS കനാലിന് കിഴക്കേക്കരയിൽ പ്രവർത്തിച്ചിരുന്ന 5ഓളം സ്ഥാപനങ്ങളാണ് അനധികൃതമാണെന്ന് ആരോപിച്ച് പൊളിച്ചു നീക്കിയത്. സുഗന്ധവ്യഞ്ജന വിൽപ്പനശാല, ഗോൾഡ് കവറിംഗ് സ്ഥാപനം, പച്ചക്കറി പലചരക്ക് വിൽപ്പനശാല, ഹാർഡ്വെയർ, ചായക്കട എന്നീ ചെറിയ സ്ഥാപനങ്ങളാണ് നഗരസഭാ അധികൃതർ പോലീസിന്റെ സഹായത്തോടെ പൊളിച്ചുമാറ്റിയത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു നടപടി. പ്രതിഷേധിച്ച വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി C. പ്രസാദ്, രാജു, വിനീത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ക്ലീൻ സിറ്റി മാനേജർ S. സുദീപിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. നോട്ടീസ് കൊടുക്കണം, നിയമപരമായിട്ട് അതായത് നോട്ടീസ് കൊടുത്തിട്ടാണ് ആണെന്ന് അത് മുനിസിപ്പാലിറ്റി നോക്കുന്നേ. മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് അല്ല, ഞങ്ങളുടെ കയ്യിലുള്ള സാധനം ഞങ്ങൾ കാണിക്കേണ്ടടുത്ത് കാണിക്കാം. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. കനാൽക്കരകളിൽ അനധികൃതമായി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്നും മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് അറിയിച്ചു. അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി തുടരുമെന്നും മുനിസിപ്പൽ സെക്രട്ടറിയുടെ അറിയിപ്പിൽ പറയും. അന്യായമായ നടപടിക്കെതിരെ വ്യാഴാഴ്ച മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ നേതാക്കളും അറിയിച്ചു. വിൻമീഡിയ, ചേർത്തല.